നസീർ സാറിന്റെ നാട്ടിൽ ഒരു സ്വീകരണം കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളെന്ന് പറയുന്നത് പുന്നപ്പുറ സെൻറ്റ് ജോസഫ് സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിൽ വെച്ച് തന്നെ ഒരു സ്വീകരണം കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാറിനെ കാണുമ്പോഴൊക്കെ പറയും, സാർ പുന്നപ്പുറ ഒന്ന് വന്ന് ഒരു സ്വീകരണം ഏറ്റുവാങ്ങണം. അപ്പം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പച്ച ഞാൻ ഒരു ദിവസം വരാം എന്ന് പറഞ്ഞു. എനിക്കൊരു സാമ്രാജ്യം മുഴുവൻ വെട്ടിപ്പിടിച്ചൊരു സന്തോഷമായിരുന്നു. അപ്പോൾ അങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നീടാണ് അറിയുന്നത്, ഈ സ്വീകരണത്തിൻ്റെ സമയത്ത് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ ചേരാൻ പോകുന്ന ഒരു സംവിധാനം പറഞ്ഞിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് എതിരായി, പുന്നപ്പുറയാണെങ്കിൽ വിപ്ലവത്തിൻ്റെ നാള്. അപ്പോൾ അങ്ങനെ എതിരായപ്പോഴത്തേക്ക് അവരെന്ത് തീരുമാനിച്ചു, കരിങ്കൊടി കാണിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ കൊല്ലം കഴിഞ്ഞ് അടുത്ത ആയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പച്ച ഞാൻ അവിടെ വരുമ്പോൾ ആദ്യമായിട്ട് എന്താണ് പറയേണ്ടത്? അങ്ങനെ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇത് വിപ്ലവത്തിൻ്റെ നാടാണ് സാർ. അപ്പോൾ അവിടെ വരുമ്പോൾ ഞാൻ ഇവിടുത്തെ അനശ്വരരായ രക്തസാക്ഷികളെ ഓർമ്മിക്കുകയാണ് എന്നങ്ങ് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് സന്തോഷമായി, സാറിന് സന്തോഷമായി. ഇവിടെ വന്നിറങ്ങി ഒരുപാട് നാളായിട്ട് പുന്നപ്പുറ അപ്പച്ചൻ പറയുന്നതാണ്, ഇവിടെ പുന്നപ്പുറ വരണം, എനിക്ക് ഭാഗ്യമുണ്ടായി, ഈശ്വരാനുഗ്രഹമാണെന്ന് കരുതുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം സംസാരിച്ചത് പറഞ്ഞു. ഞാൻ ആദ്യം ഓർക്കുന്നത് ഇവിടുത്തെ അനശ്വരരായ രക്തസാക്ഷികളെയാണ്. കയ്യടിയുടെ ബഹളം എങ്ങോട്ട് പോയെന്നറിഞ്ഞില്ല. കരിങ്കൊടി